ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ മുളകിട്ട മീൻ കറിയാണ്. ഈ കറിയിലേക്ക് വേണ്ട ചേരുവകളാണ് 2 സവോള അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കൂടാതെ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നെ വേപ്പില. ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കി ചട്ടി അതുമ്പോൾ വെച്ചിട്ട് ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. കുറച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചൂടാവും. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇടുക. എന്നിട്ട് സവോള വഴറ്റുക. സവോള വേഗം വഴറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യാം. ഈ കറിക്ക് ആവശ്യമുള്ള കല്ലുപ്പ് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം. സവോള കുറച്ച് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വേപ്പില ഇടാം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതോടൊപ്പം അരിഞ്ഞു വെച്ച മുളകും ചേർക്കാം. രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. കൂടാതെ കുറച്ച് ഉലുവാപ്പൊടിയും ലേശം പെരുംജീരകത്തിൻ്റെ പൊടിയും ഇതിലേക്ക് ചേർക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതോടൊപ്പം നല്ലതുപോലെ വഴറ്റുക. ഈ മസാലപ്പൊടികളെല്ലാം നല്ലതുപോലെ സവോളയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 2-3 മിനിറ്റോളം വഴറ്റിയെടുക്കുക. അടുത്തത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളി എടുക്കുക. വാളംപുളിയിൽ വെള്ളം ചേർക്കുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് കറിയിൽ എന്തോരം ചാറ് വേണോ അതനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. പുളി നല്ലവണ്ണം വെള്ളത്തിലേക്ക് പിഴിഞ്ഞെടുക്കുക. അപ്പോഴാണ് നമുക്ക് പുളിവെള്ളം കിട്ടുന്നത്. പുളിവെള്ളം ചട്ടിയിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ നമുക്ക് വീണ്ടും ഒരു 2 പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ച് സെയിം പുളിയിൽ നിന്നും നമുക്ക് പുളിവെള്ളം എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തോരം ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് പുളിയിൽ നിന്നും ചാറെടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് മറിയണം. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം നമ്മളിങ്ങനെ തിളപ്പിക്കണം. നല്ലവണ്ണം തിളച്ച് മറിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീനിടുന്നത്. ഇപ്പോൾ അത് നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയാൽ, തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും മുളകും മഞ്ഞളും തിരുമ്മി വെച്ച മീൻ ഇതിലേക്ക് ചേർക്കാം. മീൻ ചേർത്തതിന് ശേഷം ഇളക്കുവാൻ പാടില്ല. ജസ്റ്റ് കയ്യിൽ കൊണ്ട് കറിയുടെ അരികു മാത്രം ജസ്റ്റ് ഒന്ന് പതുക്കെ അനക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രം ഇങ്ങനെ തിളപ്പിക്കുക. മീൻ വേവുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിക്കുന്നത്. മീൻ നമുക്കറിയാം പെട്ടെന്ന് വേവും, വളരെ സോഫ്റ്റാണെന്ന്. അപ്പോൾ അധികം വേവിക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മീൻ മുളകിട്ട് വെച്ചത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.